കയ്പമംഗലം റാവു ബഹദൂർ വി ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന സുധാംശു മോഹൻ, സെക്രട്ടറി AV വാട്സൺ എന്നിവർക്ക് സമാജം പ്രവർത്തകർ സ്നേഹാദരം നൽകി. കയ്പമംഗലം ഫിഷർമാൻ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. മനുഷ്യന് മറവി അനുഗ്രഹമാണ്. എല്ലാ മനുഷ്യനും അറിയുന്നുണ്ട്. നമ്മളെല്ലാവരും അച്ഛനെ അമ്മനെ പോലെ പോലും മറക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. മറവി അനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്. അച്ഛനെ സ്മരിക്കാത്തവരോടും അമ്മയെ സ്മരിക്കാത്തവരോടും പിന്നിൻ്റെ വഴികൾ തിരിഞ്ഞു നോക്കാത്തവരോടും നമ്മൾ ജനിക്കുമ്പോൾ ഇത്രയ്ക്കുണ്ട്, മരിക്കുമ്പോഴും ഇത്രയ്ക്കുണ്ട് എന്ന് കരുതി ജീവിക്കുന്ന, അത് തന്നെയായി മനസ്സിൽ കയറി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാകരുത് നമ്മളെന്ന് പറയാറ്. നമ്മൾ ജനിച്ചപ്പോൾ എത്രയൊക്കെയായിരുന്നു, പിച്ച വെച്ചപ്പോൾ എത്രയൊക്കെയായിരുന്നു, നടന്നപ്പോൾ എത്രയായിരുന്നു, വളർന്നപ്പോൾ എത്രയായിരുന്നു, ഏത് വഴികളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത്, ഇന്ന് ഇവിടെ എത്തിയത് എങ്ങനെയാണ് എന്ന് ഒന്ന് ഇടയ്ക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അതുകൊണ്ടാണ് മറവി അനുഗ്രഹമാണെങ്കിലും ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്നൊരു വാക്ക് പണ്ട് ആരോ പറഞ്ഞത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഓട്ടോഗ്രാഫിൽ എഴുതി വെച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ആ വാചകത്തിനെ അർത്ഥപൂർണമാക്കുന്ന ഒരു ലളിതമായ സന്ദർഭമാണ്. റാവു ബഹദൂർ വി ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് വേണമെങ്കിൽ ഓർക്കേണ്ടതില്ല. കയ്പമംഗലത്തുകാരനല്ല, തൃശ്ശൂർക്കാരനല്ല, നമ്മൾ ആരും ഒരിക്കലും നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ ഏതെങ്കിലും റോഡ് കെട്ടിത്തെളിച്ചിട്ടില്ല. പ്രസിഡന്റ് PT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പിന്നീട് ശ്രീമാൻ K രാജൻ മാസ്റ്റർ, എൻ്റെ ധർമ്മൻ മാസ്റ്റർ, അവരിൽ നിന്നും ഇതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തവരാണ് ഇന്ന് ഈ സ്നേഹാദരം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട സുധാംശു മോഹൻ മാസ്റ്ററും പ്രിയപ്പെട്ട വാട്സൺ മാസ്റ്റർ. പുതിയ കമ്മിറ്റി നിലവന്നപ്പോൾ എന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച അത് പാനൽ വായിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ തന്നെ ഏർപ്പെടുന്നു. പ്രഗത്ഭമതികളായ മഹത് വ്യക്തിത്വങ്ങൾ കൈകാര്യം ചെയ്ത ഒരു സ്ഥാനത്തേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ജനറൽ സെക്രട്ടറി KB അനിൽകുമാർ, TG ഷാജു എന്നിവർ സംസാരിച്ചു. ഈ ആദരവ് അല്ലെങ്കിൽ ബഹുമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചോർന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഗുരുശിഷ്യബന്ധമായാലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം മനുഷ്യനും സോക്രട്ടീസുമായിട്ടുള്ള മനുഷ്യൻ എന്നാണ് സമൂഹം. സുധാംശു മോഹൻ, AV വാട്സൺ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. പുതിയ കമ്മിറ്റി ഭാരവാഹികളായി PT രാമചന്ദ്രൻ പ്രസിഡന്റായും, KB അനിൽകുമാർ സെക്രട്ടറിയായും, KB ആത്മാനുജൻ വൈസ് പ്രസിഡന്റായും, ജോയിന്റ് സെക്രട്ടറിയായി PK ശശിയെയും, ട്രഷററായി TG ഷാജുവിനെയും യോഗം തെരഞ്ഞെടുത്തു. സ്ഥാനമൊഴിഞ്ഞ ഇരുവർക്കും പ്രതാപൻ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ മത്സ്യത്തൊഴിലാളി സമുദായത്തിലെ +2 മുതൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും 3 ലക്ഷം രൂപയോളം സ്കോളർഷിപ്പും പുരസ്കാരവും നൽകുന്ന സംഘടനയാണ് കയ്പമംഗലം ബീച്ച് കേന്ദ്രീകരിച്ചുള്ള റാവു ബഹദൂർ വി ഗോവിന്ദൻ സ്മാരക സമാജം. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.